റഫേൽ കരാറിൽ റിലയൻസിനെ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന രേഖ പുറത്ത്. ഫ്രഞ്ച് വ്യാപാര കൂട്ടായ്മയിൽ ദസോ ഏവിയേഷൻ അവതരിപ്പിച്ച രേഖയാണ് ഒരു ഫ്രഞ്ച് മാധ്യമം പുറത്തുവിട്ടത്. ദസോ ഏവിയേഷനും റിലയൻസും തമ്മിൽ സഹകരിക്കേണ്ടത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ആവശ്യകതയാണെന്നായിരുന്നു ഇന്ത്യയുടെ നിർദ്ദേശം. ദസോ ഏവിയേഷൻ ഫ്രഞ്ച് തൊഴിലാളി സംഘടനാ കൂട്ടായ്മയായ CFDT-യിൽ കരാർ സംബന്ധിച്ച് അവതരിപ്പിച്ച രേഖയാണ് പോർട്ടൽ ഏവിയേഷൻ പ്രസിദ്ധീകരിച്ചത്. ഇതിൽ ഫ്രാൻസുമായുള്ള റഫേൽ കരാറിൽ ദസോ ഏവിയേഷൻ റിലയൻസുമായി സംയുക്ത സഹകരണം ഉണ്ടാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ റിലയൻസിനെ പങ്കാളിയാക്കാൻ ആവശ്യപ്പെടുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതായി രേഖയിലുണ്ടെന്ന് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു. ദസോ ഏവിയേഷൻ സിഇഒയായ ലോയിക് സെഗ്ലാനാണ് 2017 മേയിൽ ഇത് സംബന്ധിച്ച അവതരണം നടത്തിയിരുന്നത്. റാഫേൽ വിമാന കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ റിലയൻസിന് കൂടി പങ്കാളിത്തം നൽകണമെന്ന ഉപാധിയുണ്ടായിരുന്നുവെന്ന് നേരത്തെ മീഡിയ പാർട്ട് എന്ന ഫ്രഞ്ച് വെബ്സൈറ്റും പുറത്തുവിട്ടിരുന്നു. എങ്കിലും ഇത് സംബന്ധിച്ച രേഖ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഈ രേഖയും പോർട്ടൽ ഏവിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ട് തള്ളി ദസോ ഏവിയേഷൻ രംഗത്ത് വന്നു. റിലയൻസിനെ പങ്കാളിയാക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നാണ് കമ്പനിയുടെ വാദം. CGT, CFDT തൊഴിലാളി സംഘടനാ കൂട്ടായ്മകളിലെ ദസോ ഏവിയേഷന്റെ രേഖകൾ പുറത്തു വന്നതോടെ വിഷയം ഏറ്റെടുത്ത കോൺഗ്രസിന്റെ വിമർശനത്തിന് ശക്തിയേറും. വിവാദം കത്തിനിൽക്കെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിൽ സന്ദർശനം നടത്തിയിരുന്നു. മീഡിയ 1 ഡൽഹി.